അപ്പോൾ ആർ ശ്രീലേഖ എവിടെയായിരുന്നു? തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രിയെ നേതാക്കൾ യാത്രയാക്കുമ്പോൾ മാറി നിന്ന് കൗൺസിലറും പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ആർ ശ്രീലേഖ. വേദിയുടെ ഒരു ഭാഗത്തേക്ക് ശ്രീലേഖ മാറി നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. CPM സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ ശ്രീലേഖയെ പരിഹസിച്ച് വ്യാപക പ്രചാരണമാണ്. മേയറാക്കാത്തതിന്റെ പിണക്കമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം. വന്ദേ മാതരം. ആദിൽ പാലോടാണ് ചേരുന്നത്. അതിൽ ഇന്നലെ NDAയിലെത്തിയ സാബു M. ജേക്കബ് മുൻനിരയിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്ക് കൈകൊടുക്കുന്നത് നമ്മൾ കണ്ടു. രാജീവ് ചന്ദ്രശേഖർ പരിചയപ്പെടുത്തുന്നതൊക്കെ കണ്ടു. അപ്പോഴും ആർ ശ്രീലേഖ നമ്മൾ ഈ കാണുന്നത് പോലെ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറി നിൽക്കുകയായിരുന്നോ, അതോ അവരെ മാറ്റി നിർത്തിയതാണോ? എന്താണ് സംഭവിച്ചത്? പിണക്കമാണോ എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലെ ഹാൻഡിലുകൾ പരിഹാസത്തോടെ ചോദിക്കുന്നത്. ശ്രീലേഖയ്ക്ക് മേയറാക്കും എന്ന് പറഞ്ഞാണ് ശ്രീലേഖയെ സ്വാഭാവികമായും ശാസ്തമംഗലത്ത് മത്സരിപ്പിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം VV രാജേഷാണ് നറുക്കു വീണത്. അതിൽ തന്നെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. പലപ്പോഴും പരസ്യമായ അതൃപ്തിയില്ല എന്ന് ശ്രീലേഖ പറയുമ്പോഴും ശ്രീലേഖയുടെ ഉള്ളിൽ പിണക്കമുണ്ടായിരുന്നു. അത് പല രൂപത്തിൽ അതൃപ്തിയില്ല എന്ന് പരസ്യമായി പറയുന്ന സാഹചര്യമുണ്ട്. മാധ്യമങ്ങളെ പഴിച്ചിരുന്നു. അപ്പോഴും അതൃപ്തി പ്രകടമാക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യമാകട്ടെ, പരിപാടി കഴിഞ്ഞ് പ്രധാനമന്ത്രി വേദി വിട്ടിറങ്ങുന്ന സമയമാണ്. സ്വാഭാവികമായും എല്ലാ നേതാക്കളും പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലുന്നു, പ്രധാനമന്ത്രിക്ക് കൈകൊടുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് നിൽക്കുന്നു, പുഞ്ചിരിക്കുന്നു, പ്രധാനമന്ത്രിയെ യാത്രയാക്കുന്നു. അങ്ങനെ ഒരു ചടങ്ങാണ്, അങ്ങനെ ഒരു പരിപാടിയാണ് നമ്മൾ ആ കാണുന്ന സമയത്ത് നടക്കുന്നത്. ആ സമയം ശോഭാ സുരേന്ദ്രനാണ് നന്ദി പറയുന്നത്. ആ ശബ്ദവും കേൾക്കുന്നുണ്ട്. ആ സമയത്താണ് പ്രധാന വേദിയുടെ ഒരു ഭാഗത്ത് ശ്രീലേഖ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഈ ശ്രീലേഖയുടെ പിണക്കം മാറിയില്ലേ മേയറാക്കാത്തതിൻ്റെ എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലും ഈ സൈബർ ഇടങ്ങളിലെ CPM കോൺഗ്രസ് അണികളും ചോദിക്കുന്നത്. വിനീത, അതിൽ അപ്പോഴും ഈ മേയർ വിവാദത്തിൽ കെട്ടടങ്ങിയിട്ടില്ല കാര്യങ്ങൾ എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ VV രാജേഷിന്റെ കാര്യമായാലും ആർ ശ്രീലേഖയുടെ കാര്യമായാലും ആ പിണക്കം അങ്ങനെ തന്നെ തുടരുന്നു. പ്രധാനമന്ത്രി എത്തുന്ന പരിപാടിയായിട്ടും ആ ഒരു ഒത്തൊരുമ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടതും വായിച്ചെടുക്കേണ്ടതും? ശ്രീലേഖയ്ക്ക് ആ വിധത്തിലുള്ള ഒരു പരിഗണന കിട്ടിയിട്ടില്ല വേദിയിലടക്കം എന്ന ഒരു പരിഭവമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ സാബു M. ജേക്കബ് മുന്നിലുണ്ട്, പ്രധാന നേതാക്കൾ മുന്നിലുണ്ട്. സംസ്ഥാന ഭാരവാഹിയാണ്, വെറുമൊരു അണി മാത്രമല്ല, ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു അംഗം മാത്രമല്ല, മറിച്ച് സംസ്ഥാന ഭാരവാഹിയാണ്, ഉപാധ്യക്ഷയാണ് ശ്രീലേഖ എന്നുള്ളതാണ്. മാത്രമല്ല മുൻ DGP ആയിരുന്നു. ആ രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ശ്രീലേഖ ഇങ്ങനെ മുഖം തിരിഞ്ഞ് നിന്നത് എന്തിന്, മാറി നിന്നത് എന്തിന് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഇപ്പോഴും അസ്വാരസ്യങ്ങൾ ഇവർക്കുള്ളിലുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ ഉയരുന്നുണ്ട്. ശ്രീലേഖയോട് പലപ്പോഴും അതൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടിയായി സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രതികരിച്ചിരുന്നത്, ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ട്, ആ 2 കുട്ടികൾക്ക് ഒരു അച്ഛൻ ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്ന് ഒരാൾക്ക് കൊടുത്താൽ മറ്റേയാൾക്ക് ചെറിയ പരിഭവം ഉണ്ടായിരുന്നു, പക്ഷേ ആ കുടുംബം അങ്ങനെ പോകില്ലേ എന്ന ചോദ്യമാണ്. പക്ഷേ അങ്ങനെ പോകുന്നില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എല്ലാ നേതാക്കളും, വേദിയിലുണ്ടായിരുന്ന എല്ലാവരും പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോകുമ്പോഴും ശ്രീലേഖ ഒരു മൂലയിലേക്ക് മാറി നിന്ന് തിരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ് ഈ സാഹചര്യത്തിൽ. വിനീത.